ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഡേ 8നെ കുറിച്ച് സംസാരിക്കാനാണ്. ഡേ 1 മുതൽ 7 വരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ, എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഡേ 1 മുതലുള്ള കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് മാത്രമല്ല, ഡേ 1 തുടങ്ങി 7 വരെ പ്രാക്ടീസ് ചെയ്തിട്ട് വ്യത്യാസമുള്ളവരും കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിട്ടുള്ളത് ചേഞ്ചാണ്. ചിലർ കമൻറ്റിൽ ചെയ്യും, ഇതൊക്കെ നടക്കുന്നതാണോ? വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഒരു 28 ഡേയ്സിൻ്റെ മാജിക് പ്രാക്ടീസിൻ്റെ ജേണി നിങ്ങളൊന്ന് ആരംഭിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്കൊന്ന് ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. അതിനിടയ്ക്ക് നമുക്ക് പല നെഗറ്റീവ് കാര്യങ്ങളും വരും. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനുഷ്യനെയാണ്, പതുക്കെ മാറ്റിയെടുത്തിട്ട് വീണ്ടും ഓർക്കുക, ഞാനിങ്ങനെ ഒരു ക്ലാസ്സിലാണ്, ഞാനിങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാനങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ജേണിയിലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉള്ളവരോട് എല്ലാവരോടും താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ദ മാജിക് ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കിയിട്ട്, ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേരുവകൾ എന്നാണ്. എന്തിൻ്റെ ചേരുവകൾ? ഭക്ഷണത്തിൻ്റെ ചേരുവകൾ. അതായത് നമ്മളുടെ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫുഡ് വരുന്നത് പല ആളുകളുടെ കയ്യിലൂടെയാണ്. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫസ്റ്റ് ടൈം എന്താ ചെയ്യും? ഒന്നില്ലെങ്കിൽ വെള്ളം കുടിക്കും. ഈ വെള്ളം തന്നെ എന്താണ്? ഒരു നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ വെള്ളത്തിന് നന്ദി പറയാം. വെള്ളത്തിനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. അത് വേറെ വീഡിയോ ആയിട്ട് വാട്ടറിനെ കുറിച്ചുള്ളത് ഒറ്റയ്ക്ക് ചെയ്യാം. അതുകൂടാതെ ഫസ്റ്റ് ടൈം നമ്മൾ വെള്ളം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ലഭിച്ചതിനെക്കുറിച്ച് നന്ദി പറയാം. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ വെള്ളത്തിന് ചില സമയങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം തിരിച്ച് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസാക്കിയിട്ട് ഇവിടെ കിണർ കുത്തി പൊട്ട വെള്ളം, ഒരു രക്ഷയില്ല. പിന്നെ അതുകൂടാണ്ട് ഫിൽറ്റർ താത്തി വെള്ളം, പൊട്ട വെള്ളം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ കണക്ഷൻ പൈപ്പ് എടുക്കില്ലേ, ആ പൈപ്പ് എടുത്തു കഴിഞ്ഞാലും ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വെള്ളം ബ്ലോക്കായി പോകും. അപ്പോൾ വെള്ളം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ഹസ്ബൻഡ്, ഈ പറമ്പിൽ തന്നെയാണ് ഹസ്ബൻഡ് വീട്, അതായത് ഹസ്ബൻഡ് വാപ്പ ഉമ്മൊക്കെ ഉള്ള വീട്. ആ വീട്ടിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കും. സത്യത്തിൽ ഇപ്പം അതൊക്കെ മാറിയിട്ട് കിണറ്റിലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് വേറെ എവിടെ നിന്ന് എടുക്കാതെ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ്. അത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഏരിയയിൽ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൈപ്പ് തുറന്ന് എല്ലാ സമയത്തും നമ്മളുടേതായ വെള്ളം കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പല സമയത്തും ഞാൻ പടച്ചവനോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ആ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് നന്ദി പറയാം. അതിപ്പോൾ മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ ഇങ്ങനെ താങ്ക് യു എന്നൊന്നും പറയണ്ട. അതായത് നമുക്ക് എന്താണോ തോന്നുന്നത് നമ്മളുടെ മനസ്സിൽ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ പതുക്കെ നമ്മളുടെ വീട്ടിൽ രാവിലെ എഴുന്നേൽക്കും നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, പതുക്കെ പറയാം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ആ വെള്ളത്തിന് തന്നെ. പിന്നെ നമ്മൾ ചെല്ലണതാണ് ഗ്യാസിൻ്റെ അടുത്തേക്കാണ്. പിന്നെ നമുക്ക് കിച്ചണിൽ, പെണ്ണുങ്ങളാണെന്ന് കിച്ചണിൽ പണി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഗ്യാസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഗ്യാസ് തന്നെ എത്രയോ ആളുകൾ കൈമറിഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് എത്തുന്നത്. എല്ലാ സമയത്തും പറയാമെന്നില്ലെങ്കിലും ആ ഗ്യാസ് ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു 30 വർഷം മുമ്പ് എല്ലാ വീട്ടിലും ഗ്യാസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം ഈ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരുടെ വീട്ടിലും ഗ്യാസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമല്ലേ. അതിനും ഇടയ്ക്ക് നന്ദി പറയാം. എല്ലാ ദിവസവും പറ്റും. നമുക്ക് ഒരു ദിവസം നന്ദി പറയാൻ മിനിമം 10 എണ്ണെങ്കിലും വേണമെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മളുടെ ഇന്നിപ്പോൾ ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യം, അതായത് നമുക്ക് അത് എവിടെ നിന്ന് ലഭിക്കുന്നു, അത് ആരിലൂടെയൊക്കെ വരുന്നു എന്നുള്ളതാണ് ഈ മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് പോകുമ്പോൾ പല കൈ മറഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് ഈ ഗ്യാസ് എത്തുന്നത്. എത്ര ആൾക്ക് ജോലി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം വെക്കുന്നത് പാലാണ്. പാലെന്ന് പറയുമ്പോൾ ചായ വെക്കാനായിട്ട് പാൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഈ പാല് കൊണ്ടുവരുന്നത്, ഇവിടെ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചിക്ക് പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ പശുവിന് പുല്ല് കൊടുക്കണം. ആ ചേച്ചിയുടെ വീട്ടിൽ പറമ്പില്ല എന്നുണ്ടെങ്കിൽ ആ ചേച്ചി വേറൊരാളുടെ പാടത്ത് പോയിട്ട് അവിടെ നിന്ന് പുല്ല് പറിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര ആളുടെ ഒരു ഉപകാരങ്ങളാണ് അതിൽ കൂടെയൊക്കെ നടന്നു പോകുന്നത്. പിന്നെ അതുകൂടാതെ ഫുഡ്, ഏത് പശുവിന് കൊടുക്കണ ഭക്ഷണമില്ലേ, ഈ
എന്താ പറയുക, കന്നുകാലിയിൽ കൊടുക്കണ പല്ലറ്റ് സംഭവങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാണ്, എത്ര ആളുകൾ കൈമറിഞ്ഞിട്ടാണ്, പല വ്യാപാരികളിലൂടെയാണ് അത് നമ്മളുടെ കയ്യിലേക്ക് എത്തണത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊക്കെ ഒന്ന് ഇങ്ങനൊരു പാല്, ഇങ്ങനെ എത്രയും പ്യുവറായിട്ടുള്ള പാല് നമ്മളുടെ കയ്യിലേക്ക് എത്തിയില്ലേ, എന്തൊരു ഭാഗ്യമാണ് നമുക്കത് നാച്ചുറലായിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാക്കറ്റ് പാല് വാങ്ങിക്കാൻ പറ്റും. അതിനെല്ലാത്തിനും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ആളുകളുടെ കഷ്ടപ്പാടാണ് ആ പാല് കിട്ടുന്നത് തന്നെ നമ്മളുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ആ കർഷകരുടെ അടുത്തൊക്കെ ഒരു നന്ദി പറയാം. പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഒരു ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിലോ സാധാ ചോറ് വെക്കുന്നത്, ഇതൊക്കെ ഒരു ദിവസം ഇല്ലെങ്കിലത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് സൂപ്പർ മാർക്കറ്റിലൂടെ. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഡ്രൈവർമാരോട് ഇത് കൊണ്ടുവരുന്നുണ്ട്, ഡ്രൈവർമാർ വേണ്ടേ, അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന വിചാരിക്കും, കാറിലായിക്കോട്ടെ ടൂ വീലറിനായിക്കോട്ടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റഡ് സ്റ്റോപ്പൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് നമുക്കിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവന്മാർ ഇത് എവിടെയൊക്കെ നോക്കി പോവുകയാണെന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പറഞ്ഞു, പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഈ റോഡിൻ്റെ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടി ധൈര്യമില്ലാത്തവരെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മറിഞ്ഞു കിട്ടി വീണ്. ഈ പാവം പിടിച്ച് നമ്മളും പല സമയത്ത് പേടിക്കും, എന്നാലും ചില സമയങ്ങളൊരു ആത്മസംയമനം പാലിച്ചെന്ന് പറഞ്ഞോണം, എന്തോ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കിട്ടും. പക്ഷെ ഈ തത്തക്ക പിത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ ചോദിക്കും, ഭയങ്കര സംഭവമാണോ? അങ്ങനെയല്ല കേട്ടോ, ഈ തത്തക്ക പിത്തൊക്കെ കഴിഞ്ഞിട്ടല്ലോ നമുക്ക് കറക്റ്റ് ഒരു ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞോളം നമ്മൾ എത്തണതുള്ളത്. ആ ഒരു തത്തക്ക പിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു പോകണം. അപ്പം പലപ്പോഴും വിഷയത്തിലേക്ക് വരാം, പലപ്പോഴും നമ്മൾ ഈ ബസ്സുകാരൊക്കെ നമ്മൾ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സംഭവം അറിയണം. ഞാൻ ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ പോയിട്ടാണ്. ബസ്സിൽ ഫസ്റ്റ് തന്നെ ഈ ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് മനസ്സിലാവണം, നമ്മൾ ഡ്രൈവ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയണില്ല, ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ കാറിലും ടൂ വീലറിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ താഴ്ന്നിട്ടല്ലേ നമ്മളിരിക്കും. ബസ്സിലിങ്ങനെ ഒരു വലിയ ഇതായിട്ട് നമുക്കിങ്ങനെ ഗേറ്റിൻ്റെ അപ്പുറം വേറെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചും കൂടി കാഴ്ച വിസിബിളായിട്ട് നമുക്കിങ്ങനെ, അതും ഫ്രണ്ടിലാണ് ഇരുന്നിരുന്നത് ഇങ്ങനെ നേരെ നോക്കിയിട്ട്. അപ്പോൾ അപ്പുറം ഇപ്പുറമുള്ളതൊക്കെ കാണാൻ പറ്റും. എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ആ യാത്ര എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് ടൈം കേട്ടോ ബസ്സിൽ കയറിയപ്പോൾ തോന്നുന്നു, കുറേ നാളത്തിട്ട് ബസ്സിൽ കയറിയത് കൊണ്ടായിരിക്കും ഇപ്പോൾ സ്ഥിരമായിട്ട് ബസ്സിൽ ഇതിൻ്റെ അത്ര പുതുമ പറയാനുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, പക്ഷേ അതൊരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് പൈസയും കുറവുള്ളൂ, ബസ്സിന് പോയിട്ട് ആ കാര്യം നടന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തിരിച്ച് ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരണേ, എറണാകുളത്തു നിന്നായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയയിൽ നമ്മൾ ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് വൈറ്റില സ്റ്റാൻഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് സീറ്റ് കിട്ടാവുന്ന രീതിയിൽ ഇരുന്നതിന് ശേഷം വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വൈറ്റിലയിലേക്ക് പോയി, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വൈറ്റിലയിലേക്ക് പോയി. വൈറ്റിലയിൽ പോയിട്ട് ബസ്സിൽ സീറ്റൊക്കെ കിട്ടി. സീറ്റൊക്കെ കിട്ടിയിട്ട് ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക്. അതായത് സത്യത്തിൽ ഞാനപ്പോൾ ആ ഡ്രൈവറുടെ കാര്യമായിട്ട് എത്ര പേഷ്യൻസ് ആയിട്ടാണ് ആ ഒരു ഡ്രൈവർ അപ്പോൾ ചോദിക്കും ആൾക്ക് ശമ്പളം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഡ്രൈവർക്ക് എത്ര സാലറി, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചർച്ച ചെയ്യണത് ഫുള്ളതാണ്. ഡ്രൈവർക്ക് മിനിമം ഒരു 2000 രൂപയിലും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മുതലാവും. ഇതൊരു സത്യത്തിൽ ഭയങ്കര കഷ്ടപ്പാട്. ഇതുവരെ നമ്മൾ അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ആ ടൈമിൽ കയറി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. അതാണ്. അതുമാത്രമല്ല, ഇത്രയും തിരക്കിനുള്ളിൽ കാറും ബൈക്കും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ ബസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബസ്സുകാർ ഹോൺ അടിക്കുമ്പോഴൊക്കെ നമ്മൾ ഇവർക്ക് ഇതെന്താണെന്ന് നമ്മൾ ചോദിക്കും. ആ ബസ്സിൽ കറക്റ്റ് കയറിയിരുന്നപ്പോഴാണ് മനസ്സിലായി എത്രയോ യാത്രക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. അവരെ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിക്കേണ്ട ഒരു ഡ്യൂട്ടി ഇവർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അപ്പം പറഞ്ഞു വന്നത്, പല സമയത്തും പല ആളുകൾക്കും അവരുടേതായ ശരിയുണ്ടെന്നുള്ളതാണ് സത്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ഈ ആൾ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം, ആ ലെവലിൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ ഡ്രൈവിങ് കണ്ടത്. ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞു ഒരു ഹോണെങ്കിലും അടിച്ചേനായിരുന്നു. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരു അമർത്തിയൊരു അടി അടിക്കില്ലേ, അതുപോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ ആളൊന്നായൊരു ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫാസ്റ്റ് ആയിരിക്കും ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിച്ചേക്കണം. അതിലും അയാളെ ക്ഷമ ഞാൻ കണ്ടു എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാണ് അങ്ങനൊരു ബസ് യാത്രയിൽ.
അപ്പോൾ നമ്മൾ ബസ്സുകാർക്കും ഡ്രൈവർമാർക്കും ഇടയ്ക്കിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണത് നല്ലതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ആർക്കാ സന്തോഷം കിട്ടിയത്? നമുക്ക് തന്നെ സന്തോഷം കിട്ടിയത്, നമ്മളുടെ മനസ്സിനാണ് ഒരു തൃപ്തി കിട്ടിയത്. അത് കഴിഞ്ഞിനി ഒരു ഹൈപ്പർ മാർക്കറ്റ് എടുക്കുകയെന്ന് വിചാരിക്കും. അതായത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ബിരിയാണി വെക്കണം, ചോറ് വെക്കണം, അത് നമ്മൾ ഇടയ്ക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പോണത് എവിടെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലുലു മോളിലോ വൈമാളിലോ. അപ്പോൾ പറയും അതിനൊക്കെ നന്ദി പറയേണ്ട കാര്യം എന്തിരിക്കും, ഇത്രയും പൈസ വാങ്ങിയിട്ടല്ലേ. നമ്മൾ സാധാ ഷോപ്പിനേക്കാളും കുറച്ച് പൈസ കൂടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് പൈസ കൂടിയാൽ ചില സമയത്തൊക്കെ ഒരു ഓഫറൊക്കെ ഇട്ട് തരാറുണ്ട്, അതിനും നമുക്ക് നന്ദി പറയണ്ടേ. സാധാ കടകളിൽ നിന്നൊക്കെ അത്ര കിട്ടുമോ? ആക്ച്വലി ആ മോളുകളിൽ ചെന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. നമ്മൾ ഈ യൂസഫലിക്കൊക്കെ ഇടയ്ക്ക് ഒരു നന്ദി പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളെപ്പോലുള്ള ഈ അടുത്ത് ഇപ്പോൾ ഇവിടെ എനിക്കടുത്ത് തൃപ്രയാറാണ്. മുമ്പൊക്കെ നമുക്ക് എറണാകുളത്ത് പോയിട്ടാണ് നമ്മൾ ഈ ലുലു മോൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത് വൈമാൾ വന്നു. അതുമാത്രം ഈ ഗൾഫിലുള്ളവരൊക്കെ അല്ലേ ഈ വക മാർക്കറ്റുകളൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള ഈ ഗൾഫിൽ പോകാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് അനുഭവിക്കണം എന്നുണ്ടെങ്കിലും ഈ AC തണുപ്പിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ആ ഭംഗി ആസ്വദിക്കാനും വേണ്ടിയിട്ടൊക്കെ അല്ലേ ഇത്രയും നല്ലൊരു സൗകര്യത്തോടുകൂടി പണിത്. അപ്പം അത് എൻ്റെ വേറൊരു കാരണം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ആ കുട്ടികളായിട്ടൊന്ന് സംസാരിക്കാൻ, ഫസ്റ്റ് ഡേ ആയതിൻ്റെ പേരിൽ സംസാരിക്കാൻ പോയി. അപ്പോൾ ഈ കുട്ടികളൊന്ന് രസകരമാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ബീച്ചിൽ പോണതാണോ, മോളിൽ പോണതാണോ, അതോ ഈ നാച്ചുറൽ ബ്യൂട്ടി, അതായത് ഈ മലകൾ, കാടുകൾ, കുന്നുകൾ അവിടേക്കൊക്കെ പോകാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാവരും എടുത്ത വഴിക്ക് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് വൈമാളിൽ പോകാൻ. കാരണം അതൊരു വാടാനപ്പള്ളിയിലുള്ള സ്കൂളാണ്, അവർക്ക് കുറച്ചും കൂടി അടുത്തത് വൈമാളാണ്. ഈ കുട്ടികൾ ഒരേ സ്വരത്തിൽ ഒരാളും പറഞ്ഞില്ല ബീച്ച് മതി. അപ്പം ഞാനിങ്ങനെ ബീച്ചിനെ കുറിച്ച് കുറച്ച് വർണ്ണിച്ച് കൊടുത്തിട്ടാണ്. ബീച്ചിൽ നല്ല മണലുണ്ട്, നമുക്ക് മണലിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞ ആ കുട്ടികളോടൊന്ന് പറഞ്ഞു നോക്കി. അവരാരും സമ്മതിക്കില്ല. അവർ കംപ്ലീറ്റ് പറയണത് എന്താണ്, ഞങ്ങൾക്ക് വൈമാൾ മതി, ഞങ്ങൾക്ക് വൈമാളിൽ പോകാൻ. അപ്പം എത്രത്തോളം ഈ മോളുകളൊക്കെ കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ എവിടെ പോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എവിടെ പോയാലും കുഴപ്പമില്ല. അതായത് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കൊടുത്താലും കുഴപ്പമില്ല, ഫുഡ് കോർട്ടിൽ പോയാലും കുഴപ്പമില്ല, പിന്നെ ഈ കളിക്കുന്ന സ്ഥലമില്ലേ അവിടെ എവിടെയായാലും കുട്ടികൾക്ക് അവിടെ എത്തിയാൽ മതി. ആ തണുപ്പിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ അത്രത്തോളം കുട്ടികൾക്കും അത് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പം നമ്മളുടെ ഈ അടുത്തൊക്കെ ഈ വക സൗകര്യങ്ങൾ ഒരുക്കിയതിന് തന്നെ ഒരുപാട് നന്ദി പറയാം. നമുക്ക് എല്ലായ്പ്പോഴും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നില്ല. ചെറിയ കടകളിൽ നിന്ന് നമുക്ക് നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് എങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ, ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നമ്മളുടെ നാട്ടിലിങ്ങനെ എടുത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം എത്തിയില്ലേ, അതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു നന്ദി പറയേണ്ടതുണ്ട്. ഓക്കെ, ഇടയ്ക്കൊക്കെ യൂസഫലിക്കാനോടോ നെസ്റ്റോടോ ആളുകളോടൊക്കെ ഒരു നന്ദി പറയാം. ഓക്കെ, അപ്പോൾ ഈ അതും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ഷോപ്പിൻ്റെ ഉടമസ്ഥരോടൊക്കെ ഒന്ന് നന്ദി പറഞ്ഞേക്കിട്ടാ. അങ്ങനെ തീർത്താൽ തീരാത്ത, എണ്ണിയാൽ തീരാത്തത്ര നന്ദി നമുക്ക് ഓരോ സംഭവത്തിനോടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ ചിലർ വലിച്ചു വാരി വേഗം വേഗം കഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് അവസാനിപ്പിക്കും. പകരം എന്ത് ചെയ്യുക, ആ ഫുഡ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ എന്താ പറയുക സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഈ യേശുവിൻ്റെ ഒക്കെ ചുറ്റും നമ്മളുടെ യേശുവിൻ്റെ ശിഷ്യന്മാരിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു പിക്ചർ കണ്ടിട്ടില്ലേ? അതൊക്കെ ഒന്ന് ആലോചിച്ച്, ഓരോ മതത്തിലും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഇപ്പം എൻ്റെ മതവിശ്വാസ പ്രകാരം ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫുഡ് കഴിക്കുന്നത് തന്നെ. അതൊക്കെ നമ്മൊരു നന്ദിയുടെ സൂചി. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അൽഹംദുലില്ലാ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് നന്ദി പറയാന്നുള്ളതാണ്, അത് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പതുക്കെ അത് ചവച്ചരച്ച് ആസ്വദിച്ച് വെള്ളം കുടിക്കുക, ആസ്വദിച്ച് ആ ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുക. അത് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള വഴികളൊക്കെ ഒന്ന് മനസ്സിലാക്കി എത്ര കർഷകരുടെ കയ്യിലൂടെയാണ്, അവർക്കൊക്കെ നമ്മൾ എന്താ പറയുക ഒരു നന്ദി പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ അത് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് എത്തിച്ച ആളുകളെ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളുടെ കുട്ടികൾ നമ്മളടുത്ത് ഈ ഇന്നത് കഴിക്കില്ല എന്ന് പറയില്ലേ. പക്ഷെ വലുതാവുമ്പോൾ അതൊക്കെ മാറുട്ടാ. എൻ്റെ മൂത്ത മോൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 20 വയസ്സായിട്ടുണ്ട്. ചെറുപ്പത്തിൽ അവൾ പല കാര്യങ്ങളും കഴിക്കാത്ത ഭക്ഷണം ഇപ്പം പക്ഷേ എന്ത് കൊടുത്താലും ഉമ്മി ഇതെന്തൊരു ടേസ്റ്റാണ്, അതായത് വെറുതെ ഒന്ന് പുഴുങ്ങി വെച്ച് കൊടുത്താലും പറയും, അവൾ പറയും ഭയങ്കര. ബാക്കി രണ്ടുപേരും അങ്ങനെ പറയാനുള്ളതായിട്ടില്ല കേട്ടോ. ഒരാൾക്ക് 16 വയസ്സ് ഏകദേശം അത് പറയാനുള്ള പ്രായമായെങ്കിലും ആളങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല.
പക്ഷെ പതുക്കെ ഒരു ചേഞ്ച് വരുമെന്ന് വിചാരിക്കണേ. പക്ഷേ ഈ 20 വയസ്സുകാരി എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഉമ്മി എന്ത് ഫുഡ് കൊടുത്താലും, ചായ ഉണ്ടാക്കി കൊടുത്താലും, വെറുതെ ഒരു പയറ് ഒരു പച്ചമുളകും ഉപ്പിട്ട് മാത്രം വേവിച്ച് കൊടുത്താലും ഉമ്മി ഭയങ്കര ടേസ്റ്റ് എന്ന് പറയും. പക്ഷെ അതവർ ആസ്വദിക്കുന്നത് കൊണ്ടാണ്, അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം തോന്നും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമുക്കും തോന്നും. ഒരു പക്ഷെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പറയണതെന്ന് അറിയില്ല. എന്തായാലും പിന്നെ ഹോസ്റ്റലിലാണ്, അവിടുത്തെ ഫുഡ് അങ്ങനെയല്ല, ആക്ച്വലി അങ്ങനെയല്ല. ആൾ ഹോസ്റ്റലിൽ പോണതിന് മുമ്പേ അങ്ങനെ പറയുന്ന ഒരു ഇതാണ്. അപ്പം നമ്മളുടെ പാരൻസ് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഫുഡിന് നമ്മൾ നന്ദി പറയാം. ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കി തന്നത് കൊണ്ടാണല്ലോ. പിന്നെ ചില ഹോട്ടലുകളിലൊക്കെ ഫുഡ് ചില ചേച്ചിമാരൊക്കെ ഉണ്ടാക്കണതും നല്ല, അത് മാത്രമല്ല നമ്മൾ പുറമേക്ക് പോകുമ്പോൾ നല്ല ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തിരി വലിയ ബില്ലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ പറയാം, ഈ പൈസ പോയതിനല്ല, നല്ല ഫുഡും നല്ല നീറ്റായിട്ടുള്ളൊരു സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നെങ്കിൽ അതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അങ്ങനെ ഓരോന്നിനും എണ്ണിയാൽ തീരാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഒരുപാട് അബണ്ടൻസ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നമ്മൾ റോണ്ടാ ബേൺ പറയണത്, ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ആൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്തെന്നറിയോ, ഈ എന്താ പറയുക, ഈ ഗോൾഡൻ ഗ്ലിറ്റർ ഇല്ലേ, ഇങ്ങനെ ഒരു പൊടി ആളുടെ ഫുഡിലേക്ക് ഇങ്ങനെ ഒരു ഡിവൈൻ ഇങ്ങനെ വന്നു ചേരുന്നുള്ള പോലെ ആൾ വിചാരിക്കുന്ന പറയണത്. അപ്പോൾ സത്യത്തിൽ ആളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം ആൾക്ക് അതിലൂടെ കിട്ടുമെന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളും അങ്ങനെ വിചാരിക്കുക, നമ്മളൊരു നന്ദിയുള്ളവരൊക്കെ കഴിക്കുമ്പോഴും വളരെ സാവധാനത്തിൽ കഴിക്കുക, അത് ആസ്വദിച്ച് കഴിക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസം വരുന്നത്. ഇതുവരെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമില്ല, നമ്മൊന്ന് ആലോചിക്കുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യം ഞാൻ ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ നിർത്തി, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് ഡിസ്ലൈക്ക് ചെയ്യാൻ പറഞ്ഞു പ്രൊമോട്ട് ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ആ വേർഡ് നിർത്തണം. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. പിന്നെന്താ, പിന്നെ വേണ്ടത് കമൻ്റൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും തിരുത്തേണ്ട കാര്യങ്ങൾക്കും. പിന്നെ സംശയം ഉണ്ടെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ, ഇന്ന ക്ലാസ് വേണമെന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നു. കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇന്ന വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മണിക്കൂറുകണക്കിനുള്ള വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതന്നെ എൻ്റെ വീഡിയോക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ടോപ്പിക്ക് ഇപ്പം എൻ്റെ ടീച്ചേഴ്സ് ആയാലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1 മണിക്കൂർ ഒരൊറ്റ സംഭവം, ഒരു സെൻറ്റൻസ് അവർ ചോദിച്ചാൽ മതി, 1 മണിക്കൂർ 2 മണിക്കൂർ നിന്ന് അതിങ്ങനെ വിശദീകരിച്ച് പറയാനുള്ള സംഭവം, എക്സാമ്പിളിലൂടെ പറയാനുള്ള സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ഇപ്പോഴും ഈ ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എത്ര പൈസ ഉണ്ടെങ്കിലും എന്ത് തന്നെ ആയാൽ പോലും ഒരാളുണ്ടാക്കി തരുന്ന ഫുഡിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ടേസ്റ്റോടുകൂടി, അതായത് ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.